കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ MP-മാർ ഇത്തരത്തിലൊരു അരി വിതരണം ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലാണെന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത്. എപ്പോഴാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഈ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഭാരവാഹികളായതെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഈ അരി വിതരണത്തിൻ്റെ ഉദ്ഘാടനം BJPയുടെ സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചു എന്നാണ്. ഇത് ആദ്യമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി കാശുകൊണ്ട് വാങ്ങിച്ച അരി ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്ത് വിതരണം ചെയ്യുക. അതുമാത്രമല്ല, ഈ അരി വിതരണത്തിൻ്റെ ചുമതല കൺസ്യൂമർ ഫെഡറേഷൻ പേരിന് മാത്രവും പാർട്ടി തലത്തിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഇതൊരു പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഭരണഘടനാ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുക. ഇവരെല്ലാം അധികാരത്തിൽ കയറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ അധികാരത്തിൽ കയറുമ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ സത്യപ്രതിജ്ഞയുടെ പരസ്യമായ ലംഘനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, പക്ഷപാതപരമായും അതുപോലെ തന്നെ മറ്റ് സ്വാധീനങ്ങൾക്ക് വഴങ്ങിയും ഒന്നും പ്രവർത്തിക്കില്ല എന്നാണ് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഏത് സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സാധാരണക്കാരിൽ നിന്നും നികുതി പണം വാങ്ങിച്ച് ആ നികുതി പണം ഉപയോഗിച്ച് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന അരി അത് വിതരണം ചെയ്യാൻ എങ്ങനെയാണ് BJPക്കാരെ ചുമതലപ്പെടുന്നത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായി, എലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഭരണത്തിൽ വന്ന് 10 വർഷം തികയാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. BJP ഗവൺമെൻറ്, രണ്ടാമത്തെ മോദി ഗവൺമെൻറ് വന്ന് 5 വർഷം തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ ഒരു കൺസ്യൂമർ ഫെഡറേഷൻ രംഗത്ത് വരികയും അവർ വിതരണം ചെയ്യുന്ന അരിയുടെ ഉത്തരവാദിത്വവും വിതരണത്തിൻ്റെ എല്ലാം മേൽനോട്ടവും പരസ്യമായി BJPക്കാർ നിർവഹിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വെല്ലുവിളിയാണ്, പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. പാലക്കാട്ട് വിതരണം ചെയ്ത അരി നിങ്ങൾ ആലോചിക്കണം, കർഷകൻ്റെ നെഞ്ചി ചവിട്ടി വാങ്ങിച്ചിട്ടുള്ള അരിയാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട നെല്ലിൻ്റെ സംഭരണ വില 1500ഓളം കർഷകർക്ക് ലഭിക്കാനുണ്ട്. 6 മാസമായി ഈ നെല്ല് സംഭരിച്ചിട്ട്. ഈ സംഭരിച്ച നെല്ല് ഗവൺമെൻറ് കൊണ്ടുപോയി, ഗവൺമെൻറ്റിൻ്റെ വിവിധ സംവിധാനങ്ങൾ കൊണ്ടുപോയി അവരത് വിറ്റ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് 10 ഇരട്ടി ലാഭം അവർ പോക്കറ്റിലാക്കി അവർ ബിസിനസ് നടത്തുകയാണ്. അതിലൊന്നും തെറ്റില്ല. കാരണം അരി സംഭരിച്ചവർ അവർ എന്ത് കണ്ടീഷനിലാണ് സംഭരിച്ച് അതിൻ്റെ എത്രയോ ഇരട്ടിയായി ഇവിടുന്ന് അതിൻ്റെ നെല്ലിൻ്റെ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കി പാക്കറ്റിലാക്കി കയറ്റുമതി ചെയ്തു. പാലക്കാടൻ മട്ട ദുബായിൽ കിട്ടുന്നത് 1 കിലോയ്ക്ക് 160-170 രൂപയ്ക്കാണ്. 1 കിലോ. ഗവൺമെൻറ് കൊടുക്കുന്ന തുക എത്രയെന്ന് നിങ്ങൾക്കറിയാം, 29 രൂപ താഴെയാണ്. അതിൽ 20 രൂപ 80 പൈസ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ പാലക്കാട്ടെ കർഷകർ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ച അരി, നെല്ല് അത് ഏറ്റെടുത്ത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൊടുക്കേണ്ട കുടിശ്ശിക, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഒരു പൈസ പോലും നൽകാതെ രാഷ്ട്രീയ നാടകം പാലക്കാട്ട് നടത്തിയ BJPക്കാർ പൊതുമാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ആ കർഷകരെ വഞ്ചിക്കുകയും അവരെ കബളിപ്പിക്കുകയും അവർ മാസങ്ങളോളമായി നെട്ടോട്ടം ഓടുകയും കടത്തിലാക്കുകയും കടക്കണിയിലാകുകയും ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ ഈ നാടകം നടത്തിയ BJPക്കാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം.